ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്തുള്ള ഫ്ലോറ ഫാൻറ്റസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് കാർ പാർക്കിംഗ് ഏരിയയിലോട്ടാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് ഫ്ലോറ ഫാൻറ്റസിയുടെ ഉള്ളിലോട്ട് കയറാൻ നിൽക്കാൻ കേട്ടോ. ഞാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ കളിക്കാൻ പറ്റിയിട്ടുള്ള നൈലോൺ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യാനുള്ള മടി ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി കളിക്കാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഇങ്ങോട്ട് വന്നു. കളിച്ചതിന് ശേഷം ഇടാനുള്ളൊരു ഡ്രസ്സ് നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമ്മൾ കയറി ചെല്ലണം അവിടെ തന്നെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അവിടെ നമ്മുടെ വാട്ടർ റൈഡ്സും അതുപോലെ അമ്യൂസ്മെൻറ്റ് റൈഡ്സും ഏതൊക്കെയാണ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ഇതൊക്കെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്ന വാട്ടർ റൈഡ്സ്. അങ്ങനെ നമ്മൾ എല്ലാവർക്കുള്ള ടിക്കറ്റ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറുന്നത് ഒരു സ്പെഷ്യൽ എൻട്രി കൂടിയാണ് കേട്ടോ. ഒരു ഇല്യൂഷൻ മാതിരിയുള്ള ഒരു സെറ്റപ്പ് കൂടിയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉള്ളിലോട്ട് എൻട്രി ചെയ്യുക. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അതായത് നൈലോൺ ഡ്രസ്സുകൾ നമ്മൾ കൊണ്ടുവരാത്തവർക്കാണെങ്കിൽ അത് മേടിക്കാനോ, അതുപോലെ കുട്ടികൾക്ക് വെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ ക്യാപ്സ് മേടിക്കാനോ അല്ലെങ്കിൽ സ്നാക്സോ അങ്ങനെ എന്ത് മേടിക്കാനുള്ള ഷോപ്പുകളായിരിക്കും കേട്ടോ ഫസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്കുള്ള ക്യാപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് മുകളിലോട്ട് കയറി. നമ്മൾ കയറി ചെല്ലണം അവിടെ തന്നെയാണ് നമുക്ക് ലോക്കറും കാര്യങ്ങളും, അതായത് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ലോക്കറും അതുപോലെ ഡ്രസ് ചേഞ്ചിങ് ഏരിയ ഒക്കെ നമ്മൾ കയറി ചെല്ലുന്ന ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇതൊരു വാച്ച് ടവർ ആണ് കേട്ടോ. ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറ ഫാൻറ്റസിയുടെ മൊത്തത്തിലൊരു വ്യൂ കിട്ടും. ഓരോ റൈഡ്സും എവിടെയാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും കേട്ടോ. അവിടെ നിന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് സൈഡിലൊരു വേവ് പൂൾ കാണാം. പക്ഷെ അത് എല്ലാ ടൈമിലും ഓപ്പൺ ആയിരിക്കില്ല. അത് ഓപ്പൺ ആവുന്ന ഓരോ ടൈമുണ്ട്. ആ ടൈമിൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേവ് പൂളിൽ ഇറങ്ങാൻ സാധിക്കുന്നതാണ്. ഇതാണ് കേട്ടോ നേരത്തെ നമ്മൾ താഴെ നിന്ന് കണ്ടിട്ടുള്ള വാച്ച് ടവർ. അങ്ങനെ നമ്മൾ ഫ്ലോറ ഫാൻറ്റസിയിൽ എത്തി നമ്മുടെ ഫസ്റ്റത്തെ റൈഡിൽ കയറാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് കേബിൾ കാറിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേബിൾ കാറിലൊക്കെ കളിച്ചു അടുത്തതിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഹൊറർ ഹൗസ് ആണ്. ഹൊറർ ഹൗസ് എന്ന് പറയുമ്പോൾ ഫുൾ ഇരുട്ടായിട്ടുള്ള കുറച്ച് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് കയറാനായിട്ട്. ഹൊറർ ഹൗസിന് ശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു 10D വിഷ്വൽ ഇഫക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ 3D കണ്ടിട്ടുണ്ട്. 10D വിഷ്വൽ ഇഫക്റ്റ് ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ കാണാൻ പോകുന്നുണ്ടായിരുന്നത്. നമ്മൾ അതിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കണ്ണടയൊക്കെ തരും. അതുപോലെ നമ്മൾ ഈ മൂവി കാണുന്ന ടൈമിൽ നമ്മുടെ ചെയറും അതിനനുസരിച്ച് മൂവ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നമുക്കൊരു നല്ലൊരു ഫീലാണ്. എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 10D വിഷ്വൽ ഇഫക്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു DJ റൂമിലോട്ടാണ് കേട്ടോ. അവിടെ നമുക്ക് പാട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും.
DJ റൂമിലൊരു അടിച്ചുപൊളി ഡാൻസിന് ശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അടുത്ത റൈഡായ ജൈൻറ്റ് വീലിലോട്ട് കയറാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമ്മൾ ജൈൻറ്റ് വീലിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ജൈൻറ്റ് വീൽ കറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് ഈ വ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു നല്ലൊരു ഫീലായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ജൈൻറ്റ് വീലിന് ശേഷം നമ്മൾ അടുത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഒരു ഫൺ റൈഡായിട്ടുള്ള ഈ ഒരു ബുള്ളിൻ്റെ മേലെ ഇരിക്കാനായിരുന്നു കേട്ടോ. ഈ ബുള്ളിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ താഴെ വീഴും. അത് നല്ലൊരു ഫണ്ണി ആയിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുതിര ചേർത്താ മതി. അയ്യടാ അതപ്പുറത്ത് പോയി. നമ്മൾ കളിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുട്ടികൾക്കും അവരുടേതായ റൈഡിൽ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ വീഡിയോസ് ഒന്നും കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോയിൽ കണ്ട റൈഡായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന റൈഡ്. അതിനുശേഷം നമ്മൾ കുട്ടികളുടെ പാർക്കിലോട്ട് പോയിട്ടു. അങ്ങനെ നമ്മൾ അമ്യൂസ്മെന്റ് റൈഡ്സിലൊക്കെ കയറി എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം നമ്മൾ വാട്ടർ റൈഡ്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ഫാമിലി പൂളാണ് കേട്ടോ. ഇവിടെ നമുക്ക് കിഡ്സിനും അതുപോലെ അഡൾട്ട്സിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഫാമിലി പൂളിൽ കളിച്ച് എൻജോയ് ചെയ്യുന്ന ടൈമിൽ ഒരു അലാം കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ വേവ് പൂൾ ഓപ്പൺ ആയി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും വേവ് പൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ വേവ് പൂൾ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വേവ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ഫാമിലി പൂളിൽ അത് ഉണ്ടായിരിക്കില്ല. അതുപോലെ പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ വേവ്സിൽ കളിക്കാനൊക്കെ പറ്റും. അതൊരു അടിപൊളിയാണ്.
അങ്ങനെ ഫാമിലി ആയിട്ട് ഒരു 1 ഡേ ഫുൾ അടിച്ചു പൊളിച്ചതിന് ശേഷം ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.